ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിന് ശേഷം ഞാൻ സെൽഫായിട്ട് മുടി കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ 2 വർഷം മുന്നേ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കൊല്ലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കളർ ചെയ്യുന്നത്. അത് അന്ന് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, ഞാൻ വ്ളോഗൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. ആ വീഡിയോയ്ക്ക് അധികം ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവാതെ ദുരന്തമായിരുന്നു. അന്ന് ഞാൻ യൂസ് ചെയ്തത് ഈ സെയിം ബ്രാൻഡ് തന്നെയായിരുന്നു, ഗാർണിയറിൻ്റെ. ഞാൻ ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചേ ഉള്ളൂ. ഗാർണിയർ കളർ നാച്ചുറിൻ്റെ ക്രീം റിച്ച് നറിഷിംഗ് പെർമനന്റ് ഹെയർ കളർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അമോണിയ ഇല്ല. 10 വീക്സ് ഇൻറ്റൻസ് കളർ, 100% ഗ്രേ കവറേജ്, വീഗൻ ആണ്, നറിഷ്ഡ് ഹെയർ ബെറ്റർ കളർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് പ്ലം റെഡ് ആയിരുന്നു, ഒരു റെഡ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അധികം കളറ് പിടിക്കത്തില്ല, നല്ല ഒരെണ്ണം വാങ്ങിക്കുന്നതായിരിക്കും നല്ലതല്ലേ, പാർലറിൽ പോയി ചെയ്യുന്നതായിരിക്കും. ആ സമയത്തൊക്കെ എവിടെ സമയം കിട്ടാൻ. അതുമല്ല, എനിക്ക് പാർലറിൽ പോയിട്ട് ഈ മുടി വൈറ്റ് ആക്കത്തില്ല, അവർ വൈറ്റ് ആക്കും, ബ്ലീച്ച് ചെയ്യും. ഇങ്ങനത്തെ കളർ ആകുമ്പോഴത്തേക്കും എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തായാലും ചെയ്യാനുള്ളൊരു ത്രാണി എനിക്കില്ല. പക്ഷെ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പ്ലം റെഡ് മേടിച്ചത്. എന്നിട്ട് ലെങ്ത് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ മുടി കട്ട് ചെയ്തപ്പോൾ അടിയിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് പോയി. ഇപ്പം എനിക്ക് തോന്നി ഒന്നുകൂടെ കളർ ചെയ്താലോ എന്ന്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ യൂട്യൂബിലൊക്കെ കുറേ റിവ്യൂസ് കണ്ട്, കുറേ പേര് ഈ ഒരു ഷെയ്ഡ് ഒത്തിരി പേര് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഞാനും എടുത്തത്. എനിക്കത് കണ്ടപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി, എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. 5.32 ക്യാരമൽ ബ്രൗൺ. അപ്പോൾ അതാണ് ഞാൻ ഇത്തവണ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു കളറൻ്റ് ഉണ്ട്. അന്ന് യൂസ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഡെവലപ്പർ മിൽക്കുണ്ട്. അപ്പം അന്നത്തെ എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ മുടി ഹാഫേ ചെയ്യുന്നുള്ളെങ്കിൽ ഇതിൻ്റെ പകുതി ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ പകുതി എടുത്ത് മിക്സ് ചെയ്യുക. ഫുള്ളാണ് നിൽക്കുന്നതെങ്കിൽ ഇത് ഫുള്ളും എടുത്തിട്ട് മിക്സ് ചെയ്യുക, അങ്ങനെയാണ്. പക്ഷേ അന്ന് ഹോണസ്റ്റ് ആയിട്ടും പറയട്ടെ, ഞാൻ പകുതി എടുത്തിട്ട് തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് കളർ വന്നില്ല. സൺലൈറ്റിലാണ് ഇതിൻ്റെ കളർ വിസിബിൾ എന്നാണ് പലയിടത്തുനിന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫുൾ എടുത്തിട്ട് എൻഡിൽ അപ്ലൈ ചെയ്തു. ഒരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ അങ്ങാണ്ട് വെച്ചു. നല്ല കളർ വന്നു, എനിക്ക് അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള കളർ വന്നു. സൺലൈറ്റ് വെക്കുമ്പോൾ മാത്രമല്ല, പെട്ടെന്ന് അറിയും. നമ്മൾ മറ്റേ കളർ ചെയ്യുന്ന പോലെ പെട്ടെന്ന് അറിയില്ല, പക്ഷേ എന്നാലും കളർ പിടിക്കും. എനിക്ക് ബ്രൗൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. മുടിയൊക്കെ പന്നലായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ. ഇതൊന്നും എണ്ണ തേച്ചുണ്ടല്ലോ, വെറും ശോഭമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലൗസ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മെനു സംഭവം വരുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് എൻ്റെ കയ്യിലുള്ളൊരു ചെറിയ കണ്ണാടിയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കത്രികയുണ്ട്. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫോയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അലുമിനിയം ഫോയിൽ. അതിൻ്റെ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതുണ്ട്. ഇവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ്, അതിൻ്റെ പരിപാടി കഴിഞ്ഞു, എന്നാലും അതും എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു ബൗൾ. ഇത് പ്ലാസ്റ്റിക് എടുക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്ലാസ്റ്റിക് ബൗളാണ് ഞാൻ അന്നും എടുത്തത്. നമ്മൾ മെറ്റൽ സംഭവങ്ങളൊന്നും മിക്സ് ചെയ്യാൻ എടുക്കരുതെന്ന് ഞാൻ അന്ന് വായിച്ചായിട്ട് ഓർക്കുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം, നമുക്ക് എങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാം. ഇവിടെ ഫുൾ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എൻ്റയർ പ്രോഡക്റ്റും ഞാൻ എൻ്റയർ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാൻ പോണേ. വേസ്റ്റ് ലെങ്ത് ആണ് വരുന്നതെങ്കിൽ 3/4 മുക്കാലും. ഇപ്പോൾ ഷോൾഡർ ലെങ്ത് ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഹാഫ് പ്രോഡക്റ്റ് വെച്ചിട്ട് എടുക്കണം. അപ്ലൈ ചെയ്യുമ്പം ഗ്ലൗസ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ബൗളിൽ കളറൻറ്റും ഡെവലപ്പറും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്യുക. നാച്ചുറൽ ലുക്കിനാണെങ്കിൽ 30 മിനിറ്റ്സ്, വിസിബിൾ ലുക്കിലാണെങ്കിൽ 45 മിനിറ്റ്സ്. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്താണ് ഇവിടെ സ്ഥലമില്ലാത്തത്? എൻ്റെ ട്രൈപോഡ് മൊത്തമായി. ഓരോ സെക്ഷനായിട്ട് ചെയ്യാം.
ഇറങ്ങി നടക്കാൻ പറ്റിയ ഗൈസ് ഒരു മഴവില്ല് വന്നിരിക്കുന്നുണ്ട്. ഇത് ഉണങ്ങി ഓൾറെഡി ഓൾമോസ്റ്റ്. ഇതിപ്പോൾ 2:30 ആവാൻ പോകുന്നു. 1:30 ഇട്ട സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരു 3 മണി വരെയാണ് വെക്കാൻ പോകുന്നത്. 1.5 മണിക്കൂർ ഇരിക്കട്ടെ, എന്നിട്ട് കാണാം. എനിക്കറിഞ്ഞൂടട്ടത് എന്താവാണ്. നമ്മൾ സാധാരണ മുടിക്ക് മാത്രമല്ല കളർ ചെയ്യുന്നത്, കാലിലും കളർ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഈ കളർ. പോകുന്നോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സാധനം പറഞ്ഞ് താഴെ വീണു. ഒരു ഇച്ചിരി അതിൽ കയറി ചവിട്ടി. ഹേയ് ഗായ്സ്, അപ്പോൾ ഒരു 1.5 മണിക്കൂർ ആവാൻ പോകുന്നു ഈ തല വെച്ചിട്ട്. അത്രയും വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് എനിക്ക് അത്യാവശ്യം കളർ കിട്ടിയത്. ഇവിടെ ഭയങ്കര TV വെച്ചേക്കുന്നൊക്കെ സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സമയമൊക്കെ തള്ളി നീക്കിയത് സ്ട്രേഞ്ചർ തിങ്സ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ പുതിയ സീസൺ ഇറങ്ങി. പക്ഷേ ഞാൻ അവിടം വരെ ഒന്നും എത്തിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് സീസൺ 2 വർഷം മുന്നേ അത് കണ്ടിട്ട് പിന്നെ ഞാനത് തൊട്ടിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഈ 5ാമത്തെ കാണണമെങ്കിൽ ബാക്കിയും കാണണമല്ലേ. ഞാൻ ഫസ്റ്റത്തെ കണ്ടെങ്കിലും കണക്ഷൻ വിട്ടുപോയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫുൾ ഇരുന്ന് റീക്യാപ്പ് ഒരു റിവ്യൂ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് തുടങ്ങിയിരിക്കുക. സീസൺ 2 എപ്പിസോഡ് 3 ആയി. ദ പോളിവോഗ് എന്ന് പറഞ്ഞിട്ട് അതപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2:52 ആയി. ഞാൻ നേരത്തെ മിക്സ് ചെയ്ത ബൗളില്ല, ആ ബൗളിൻ്റെ കളർ കാണിച്ചു തരാവേ. ഇങ്ങനെയായി, ഈ കളറാണ് വരേണ്ടത്. അപ്പോൾ എങ്ങനെയാവുമെന്നറിയില്ല. ഇനിയും നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിച്ചിട്ട് കണ്ടീഷണർ വന്നിട്ടുണ്ട്, ആ കണ്ടീഷണർ ഇടണം. ഞാൻ വിചാരിച്ചു ഞാൻ പോയിട്ട് ഇതെല്ലാം കഴുകി കളഞ്ഞ് ഫുള്ളി ഒന്ന് കുളിച്ചിട്ട് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് റിസൾട്ട് കാണിക്കാം. നമുക്ക് എന്തായാലും ഇതൊന്ന് അഴിക്കാം. ഒരു 3 മണി ആവട്ടെ, എന്തായാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ കംപ്ലീറ്റ് ആക്കണമല്ലോ. നമുക്കൊരു 3 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1.5 മണിക്കൂർ കംപ്ലീറ്റ് ആയി. നമുക്കിനി ഇതൊന്ന് അഴിച്ചെടുക്കാം. അതിന് മുന്നേ മൈക്ക് അവിടെയൊന്ന് വെക്കട്ടെ. ഈ ഡ്രസ്സ് മൊത്തം അലമ്പായി. ഇതിനെയും പോവില്ലായിരിക്കുമല്ലേ. എൻ്റെ മഴവിൽ ഡ്രസ്സ് പോയി. കയ്യിലൊക്കെ ആവും. ഇവിടെ ബാക്കിൽ TV വെച്ചേക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടെ. ചില സൗണ്ടൊന്നും ഇത് അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് മറ്റേത് റെഡ് ആയിരുന്നോണ്ടേ പെട്ടെന്ന് കളറ് പിടിച്ചതായിട്ട് വന്നത്. പക്ഷെ ഇതെനിക്ക് എന്തോരം പിടിക്കുമെന്നൊന്നും അറിയില്ല. മുടി പൊട്ടുന്നു. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ഞാൻ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഇത് കഴുകി കളഞ്ഞിട്ട് തലയിലൊന്ന് തേച്ചിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. വെറ്റ് ഹെയറിൽ നമ്മൾ കഴുകിയിട്ട് നനഞ്ഞ മുടിയിൽ ലെങ്ത്തിൽ നിന്ന് ടിപ്പ് വരെ അപ്ലൈ ചെയ്യണം. ഒരു 1-2 മിനിറ്റ് വെക്കണം. ഇത് പതയുന്ന പ്രൊഡക്റ്റ് അല്ല, നന്നായിട്ട് കഴുകി കളയണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്തിട്ട് വരാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കളർ തരും, മുടിക്ക് കളർ തരും ഉറപ്പായിട്ടും. പക്ഷേ നമ്മളൊരു പാർലറിൽ വെച്ച് ഫിനിഷ് ചെയ്യുന്ന ഒരു ഹെയർ കളറിങ് പോലെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമുക്കിപ്പോൾ ഹെയറിലൊരു കളർ വേണം എന്നാൽ അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. കളർ ചെയ്തപ്പോൾ ഉള്ള കളർ അത് മാസങ്ങൾക്ക് ശേഷം കുറച്ചും കൂടെ തെളിഞ്ഞ് വരുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഹെയർ കുറച്ചും കൂടെ എനിക്ക് ആ ഒരു ഷെയ്ഡിലോട്ട്, ആ ഒരു പ്ലം ഷെയ്ഡിലോട്ട് വന്ന പോലെ എനിക്ക് കുറേ മാസം കഴിഞ്ഞപ്പോൾ തോന്നി. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇത് കളർ ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ കളർ സെറ്റായിട്ട് വരുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ വിസിബിളായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾ വരെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ കാണുന്നവരെ ടാറ്റാ.